ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല വിൽപ്പന തുടരാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിക്ഷേപത്തിലായിരുന്ന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി വിൽപ്പനയിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല ആഗോള സാഹചര്യങ്ങളും അത്ര തൃപ്തികരമല്ല. പ്രത്യേകിച്ചും US-ൽ പുതിയ താരിഫ് പ്രഖ്യാപനം വരാനിരിക്കെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകളും സമ്മർദ്ദങ്ങളുമാണ് ഇപ്പോൾ ഒരു വിൽപ്പനയ്ക്ക് കാരണമായിരിക്കുന്നത്. ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കനത്ത വിൽപ്പനയാണ് ഇന്നലത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ICICI, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പന. ഏതാണ്ട് നിഫ്റ്റിയുടെ വീഴ്ചയുടെ പകുതിയോളം ഈ ഒരു 2 ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയുടെ പ്രതിഫലനമായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗം അടുത്ത ആഴ്ച നടക്കാനിരിക്കെ അത് ബാങ്കുകൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ബാങ്കിങ് മേഖലയിൽ വലിയൊരു വിൽപ്പന ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. മാത്രമല്ല താരിഫ് പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് പ്രധാനമായും ബാധിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാർമ, IT തുടങ്ങിയ മേഖലകളിൽ ഓഹരികളെ ആയിരിക്കുമെങ്കിൽ കൂടിയും അത്തരം ഓഹരികളിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാകില്ല. എന്തായാലും വരും ദിവസങ്ങളിലും വളരെ ഉയർന്ന തോതിലെ കയറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. സാങ്കേതികമായി 22,300 എന്ന നിലവാരം തന്നെയായിരിക്കും മുൻനിര ഓഹരി സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ആയിരിക്കും ഒരു പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുക. അത് മറികടന്ന് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുള്ളത്. താഴേക്കാണെങ്കിൽ 22,800 എന്ന നിലവാരമായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. എന്തായാലും ഈ രണ്ട് നിലവാരത്തിനും ഇടയിലുള്ള ഒരു നീക്കമായിരിക്കും ഇനി ഒരാഴ്ച വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക.